ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. സഹോദരങ്ങളായിട്ടുള്ള ഏസാവും യാക്കോബും. എങ്ങനെയെങ്കിലും തൻ്റെ സഹോദരനായിട്ടുള്ള യാക്കോബിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഏസാവ്. ഈ സമയത്താണ് യാക്കോബ് ഏസാവിനെ കാണുവാനായിട്ട് വരുന്നത്. ഇവിടെ ഈ രണ്ട് മക്കളിലും കാണാൻ കഴിയുന്ന വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ രണ്ട് മക്കളും തൻ്റെ പിതാവായിട്ടുള്ള ഇസഹാക്കിൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹത്തെ ചെറുതായിട്ടല്ല കണ്ടത്. തങ്ങളുടെ പിതാവായിട്ടുള്ള ഇസഹാക്കിൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വലിയൊരു ബോധ്യമുള്ള മക്കളായിരുന്നു ഏസാവും യാക്കോബും. പക്ഷേ ഈ സഹോദരങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പല അവസരങ്ങളിൽ യാക്കോബ് ഏസാവിൽ നിന്ന് കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. കടിഞ്ഞൂൽ അവകാശം കിട്ടേണ്ടത് ഏസാവിനാണ്. പക്ഷേ അമ്മയായ റബേക്കയുടെ സഹായത്തോടു കൂടി യാക്കോബ് ഈ കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുക്കുകയാണ്. കടിഞ്ഞൂൽ അവകാശം, ആ അനുഗ്രഹം ലഭിക്കുമ്പോൾ ഇസഹാക്ക് ആദ്യം അനുഗ്രഹിക്കുന്നത് യാക്കോബിനെയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഈ യാക്കോബിന് കൊടുത്തു. എന്നാൽ ഈ സമയത്താണ് ഏസാവ് അറിയുന്നത് തൻ്റെ സഹോദരൻ തന്നെ വഞ്ചിച്ചെന്ന്. ഏസാവിന് കിട്ടേണ്ട കടിഞ്ഞൂലവകാശ അനുഗ്രഹങ്ങൾ യാക്കോബ് തട്ടിയെടുത്തെന്ന് ഏസാവ് അറിഞ്ഞപ്പോൾ ആ സമയം ഏസാവ് യാക്കോബിനെ കൊല്ലാനായിട്ട് ഒരുങ്ങി. ഈ കാര്യം മനസ്സിലാക്കിയ റബേക്ക എന്താ ചെയ്തെന്നറിയാമോ? യാക്കോബ് കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സഹോദരനായിട്ടുള്ള ലാബാൻ്റെ അടുത്തേക്ക് യാക്കോബിനെ അയക്കുകയാണ്. അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണ് യാക്കോബും ഏസാവും തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. ഇത് സംഭവിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായത്തിലാണ്. ഇവിടെ യാക്കോബിന് ഏസാവിനേക്കാൾ ഒരു പടി ജ്ഞാനം കൂടുതലാണെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? ഏസാവിന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് യാക്കോബിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഏസാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് യാക്കോബിനുള്ള ബോധ്യം കൊണ്ടാണ് യാക്കോബ് ഏസാവിൽ നിന്ന് രക്ഷപ്പെടുന്നത്. തന്നെ കൊല്ലുവാനായിട്ട് നിൽക്കുന്ന സഹോദരനായ ഏസാവിൻ്റെ മുൻപിൽ രക്ഷപ്പെടുവാനായിട്ട് യാക്കോബ് എന്ത് ജ്ഞാനമാണ് ഉപയോഗിച്ചതെന്നറിയാമോ? അതറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതം എടുത്തൊന്ന് വായിക്കണം. യാക്കോബ് 7 തവണ നിലം മുട്ടെ താണ് വണങ്ങിയെന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് യാക്കോബ് ഏസാവിൻ്റെ മുൻപിൽ അങ്ങനെ താണ് വണങ്ങിയത്? തൻ്റെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, തൻ്റെ അപ്പൻ കൊടുത്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്നു യാക്കോബിന്. അതുകൊണ്ടാണ് യാക്കോബ് അവിടെ ഏസാവിൻ്റെ മുൻപിൽ താണ് വണങ്ങിയത്. അപ്പൻ കൊടുത്ത ആ അനുഗ്രഹം ഏസാവിൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം യാക്കോബിന് ഏസാവിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തായിരുന്നു അനുഗ്രഹം? ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുലിഖിതത്തിൽ ഇസഹാക്ക് ഏസാവിനെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വാളുകൊണ്ട് ജീവിക്കും. ഏസാവ് ആരോടെങ്കിലും യുദ്ധം ചെയ്യുകയോ അവരെ കൊല്ലാനായിട്ടോ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഏസാവ് വിജയിക്കും എന്നുള്ള ബോധ്യം യാക്കോബിനുണ്ടായിരുന്നു. അതുകൊണ്ട് വെറുതെ പോയി ഏസാവിനോട് മുട്ടിക്കഴിഞ്ഞാൽ, ഏസാവിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യാക്കോബ് ജയിക്കില്ലെന്ന് യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന 2 മക്കളായിരുന്നു ഏസാവും യാക്കോബും. എന്നാൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആഴമായിട്ടുള്ള നല്ല ബോധ്യവും ജ്ഞാനവും യാക്കോബിനുണ്ടായിരുന്നത് കൊണ്ട് തക്ക സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് യാക്കോബിന് മനസ്സിലായി. അങ്ങനെയാണ് യാക്കോബ് അവിടെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുലിഖിതത്തിൽ വചനം പറയാണ്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. മാതാപിതാക്കള് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് മക്കൾക്കെപ്പോഴും ഒരു സംരക്ഷണമാണ്, അതെപ്പോഴും ഒരു അനുഗ്രഹമാണ്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പവർഫുൾ ആയിട്ടുള്ള കർത്താവിൻ്റെ ഉപകരണങ്ങളാണ്. ഈ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾ അവരുടെ അടുത്ത് നിന്ന് ഏറ്റവും ആദ്യം പോയി ചോദിച്ച് വാങ്ങേണ്ടത് എന്താണെന്നറിയാമോ? സ്വത്തിൻ്റെ ഒരു പങ്കല്ല, ബാങ്കിലുള്ള പണത്തിൻ്റെ ഒരു ഭാഗമല്ല, സ്വർണമല്ല, ആധാരമല്ല, മറ്റു പല കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളോ ഒന്നുമല്ല. മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് അവരുടെ കരങ്ങൾ നിങ്ങളുടെ ശിരസിന്മേൽ ഉയർത്തിപ്പിടിച്ച് അവർ നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഒരു വലിയ ബോധ്യം കുടുംബങ്ങളിലുള്ള എല്ലാ മക്കൾക്കും കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടുന്നതിനായിട്ട്, മാതാപിതാക്കൾ ആശീർവദിക്കപ്പെടുന്നതിനായിട്ട് പ്രത്യേകം നമുക്ക് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.